കാട്ടിൽ നിന്ന് നാട്ടിലെത്തി നാട്ടുകാരനായി മാറിയ ഒരു വന്യജീവിയെയാണ് ഇനി പരിചയപ്പെടുന്നത്. കോഴിക്കോട്ട് നിന്നാണ്. കടലുണ്ടി ടൌണിലാണ് ഈ അപൂർവ കാഴ്ച. നായയെ പോലെ നടക്കും. വാഹനത്തിരക്കേറിയ റോഡിൽ മറ്റു നായ്ക്കൾക്കൊപ്പം കിടക്കും. തല റോഡിനോട് ചേർത്ത് വെച്ച് ചൂട് പറ്റി കിടക്കുന്നത് കണ്ടാൽ ആർക്കും ഒരു സംശയവും വരില്ല. എന്നാൽ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കിയാൽ, ആ വാലിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അവനെ പിടികിട്ടും. തെരുവുനായോ വളർത്തുനായോ അല്ല, സാക്ഷാൽ കുറുനരി. കാട്ടിൽ നിന്ന് നാട്ടിലിറങ്ങിയാൽ നാട്ടുകാരുടെ കണ്ണുവെട്ടിച്ച് കടന്നു കളയുന്ന കുറുനരി എങ്ങനെ ഒരു നാട്ടുകാരനായി മാറി? അതിനു പിന്നിൽ ഒരു രക്ഷപ്പെടുത്തലിന്റെ കഥയുണ്ട്. ഏകദേശം ഒരു വർഷത്തോളമായി ഇത് ഇവിടെ വന്നിട്ട് ഇതിനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുടം കഴുത്തിൽ അകപ്പെട്ട രീതിയിൽ ആണ് ഇതിനെ കണ്ട സമയത്ത് ഇവിടെയുള്ള തെരുവ് നായ്ക്കൾ എല്ലാവരും കൂടിയിട്ട് അതിനെ രക്ഷിച്ച് അന്ന് മുതൽ ഈ നായ്ക്കളെ കൂടെയാണ് ഇതിന്റെ സഹവാസം. ഇവിടെയുള്ള ആളുകൾ കൊടുക്കുന്നതൊക്കെ കഴിച്ചിട്ടും കല്യാണ വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെയാണ് ഇത് ഇവിടെ. ഇപ്പം സാധാരണ ഗതിയിൽ നായ്ക്കളെ പോലെ ജീവിക്കുകയാണ്. എല്ലാവർക്കും ഇപ്പോൾ ഇതൊരു അത്ഭുതങ്ങളായിട്ടൊന്നും ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു സാധാരണ ഗതിയിൽ ഇങ്ങനെ നായും പൂച്ചയൊക്കെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഓരിയിടുന്നത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാറുണ്ട്. ഈ കുറുനരി മോഷ്ടിക്കാറില്ല, ആളെ ഉപദ്രവിക്കാറില്ല. നാട്ടുകാർക്കും വാഹനങ്ങൾക്കും ശല്യമില്ലാതെ മറ്റ് തെരുവുനായ്ക്കൾക്കൊപ്പം കടലുണ്ടി ടൗൺ കേന്ദ്രീകരിച്ച് നാട്ടിലെ കുറുനരിയായി ജീവിക്കുകയാണ്. ബിസ്ക്കറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കുന്നത് ഓരോരുത്തർ. അത് ചിലപ്പോൾ ഒന്നും ഇപ്പം ഇതൊന്നല്ല, നായ്ക്കളെ വീട്ടിൽ ഇങ്ങനെ ഓടിയാണ് കിടക്കും. ഉപദ്രവമൊന്നുമില്ല, കോഴിയൊന്നും പിടിക്കുന്നില്ല. കോഴിയൊന്നും പിടിക്കാനായിട്ട് ഞങ്ങളിതില്ല. അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ വണ്ടി ഓടിച്ച് ഇങ്ങോട്ട് വരും, ഇവിടെ ഇങ്ങനെ വന്ന് നടക്കും, ഇവിടുന്ന് നാട്ടും പോകും. ചില സമയത്തേ റോഡ് ഇവിടെ സൈഡിൽ കിടക്കും നായ്ക്കളെ കൊടുത്തില്ല. വേറെ ആരെയും കടിച്ചിട്ടോ ഉപദ്രവിച്ചിട്ടോ ഒന്നുമില്ലേ. കടൽ